കുളിപ്പിക്കെന്നെ നിറയ്ക്കാമെന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് നോമ്പിൻ്റെ 32-ാം ദിനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ നിനക്ക് മുമ്പായി പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും കോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്റെ പേർ ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണ് എന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നിന്റെ പാതി വഴിയിൽ വെച്ച് യേശുവിനെ വിട്ട് നീ ഓടിക്കളയരുത്. നീ എന്ത് വിഷയത്തിലാണോ യേശുവിൻ്റെ മുമ്പിൽ വന്നത്, ആ വിഷയം നിന്റെ ജീവിതത്തിൽ പൂർത്തിയാക്കുവോളം ദൈവത്തെ മുറുകെ പിടിപ്പാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, കർത്താവ് ഇപ്രകാരം പഠിപ്പിക്കുന്നു: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ സമ്മതിക്കയില്ല. നിന്റെ ഭാരം ചുമക്കുന്ന വിശ്വസ്തനായ ദൈവം നിന്നെ കൈവിടുകയില്ല. ആ ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കുവാൻ ഈ നോമ്പ് നാളുകളിൽ കഴിയണം. ഒരു പൂർണ്ണതയും അവകാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം തരുന്ന ആത്മവിശ്വാസത്തോടെ നീങ്ങിയാൽ അവൻ ഭാഗ്യമുള്ളവൻ. കർത്താവിനെ നോക്കി നമ്മുടെ ജീവിതം മുമ്പോട്ടോടുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഉറപ്പ് ക്രിസ്തുവിൽ ആയിരിക്കട്ടെ. ഞാനിനി മറ്റുള്ളവർക്ക് എൻ്റെ സന്ദേശങ്ങൾ അയക്കത്തില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ കരയത്തില്ല. കാരണം എനിക്ക് പറയാൻ പരാതികളാണ് കൂടുതലും. അവർക്ക് കേൾക്കുവാൻ താല്പര്യമില്ലാത്തതും എൻ്റെ പരാതികളാണ്. പ്രിയരെ, എന്നാൽ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. എൻ്റെ സന്ദേശങ്ങൾ കേൾപ്പാൻ, എൻ്റെ പരാതികൾ മനസ്സിലാക്കുവാൻ, എൻ്റെ കണ്ണുനീര് കാണുവാൻ അവനുണ്ട് എന്നുള്ള ഉറപ്പ്. ആ ഉറപ്പ് ഈ നോമ്പ് നാടുകളിൽ നമുക്ക് ദൃഢപ്പെടുത്താം. മറ്റുള്ളവരുടെ ജീവിതങ്ങൾ അവരവരുടെ ഹിതപ്രകാരം മാറ്റുമ്പോൾ മാറാത്ത ഒരു ദൈവം നമുക്കുണ്ട്. മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആമേൻ.